ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് സ്ഥിരീകരിച്ച് മന്ത്രി വി ശിവൻകുട്ടി. നടക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തോടുള്ള വെല്ലുവിളിയെന്നും മന്ത്രി. ചോദ്യമിടുന്നവരും അത് വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോർച്ചയുണ്ടാകില്ല. യൂട്യൂബ് ചാനലുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. SSLC ഇംഗ്ലീഷ് +1 ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന DGP, സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും. ചോദ്യപേപ്പർ നിർമ്മാണം, വിതരണം തുടങ്ങിയ മേഖലകളിലെല്ലാം അതീവ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളാറുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൌരവമുള്ള സംഭവവികാസമാണ്. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കുട്ടികളുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിട്ടുവീഴ്ചകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയില്ല. വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ യൂട്യൂബിലെ അല്ലെങ്കിൽ ഓൺലൈൻ പരിശീലന ചാനലുകളിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായി വ്യാപകമായി പരാതികൾ ഉയർന്നിരുന്നു. ഇപ്പോൾ സർക്കാർ തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിലെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അതീവ ഗൌരവത്തോടെ തന്നെയാണ് സർക്കാർ സമീപിക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുട്ടി പറയുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് പ്രധാനമായും ഇത് സാധാരണഗതിയിലുള്ള ഒരു പരീക്ഷയാണ്. ഇപ്പോൾ കുട്ടികളുടെ റാങ്ക് നിശ്ചയിക്കുന്നതോ വലിയ പരീക്ഷകളോ ഒന്നുമല്ല. സാധാരണഗതിയിൽ ക്രിസ്മസ് സമയത്ത് നടക്കുന്ന മോഡൽ പരീക്ഷകൾ മാത്രമാണ്. എന്നാൽ പോലും ഇത് ചോർന്നത് അതീവ ഗൌരവമുള്ളത് തന്നെയാണ്. ഇത് ചോരാനുള്ള പ്രധാന കാരണം സ്കൂൾ അധികൃതർ തന്നെയാകാം എന്ന് തന്നെയാണ് മന്ത്രിയുടെ ഒരു നിഗമനം. കാരണം ഇത് സ്കൂളിലെ പ്രത്യേകിച്ചും അധ്യാപകരടക്കമുള്ളവർക്ക് ഈ ചോദ്യപേപ്പറുകൾ നേരത്തെ ലഭിക്കും. ഇത് വലിയ സുരക്ഷയോടെ ഒരുക്കുന്നതല്ല. അതുകൊണ്ട് ഇവർക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർക്കത് എളുപ്പത്തിൽ തന്നെ ഇത് കൈമാറാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത് ഗൌരവമേറിയ ഒരു വിഷയം തന്നെയാണ് ചോദ്യപേപ്പർ ചോരുന്നത്. ട്യൂഷൻ സെന്ററുകളുമായി ബന്ധപ്പെട്ട് നിരവധി അധ്യാപകർ പ്രവർത്തിക്കുന്നു എന്നടക്കമുള്ള സംശയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വകുപ്പുതല നടപടികളെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല എന്ന് മന്ത്രി പറയുന്നുണ്ട്. പല കാര്യങ്ങളും അതീവ രഹസ്യമായി തന്നെ അന്വേഷണം നടത്തുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസിന് പരാതി നൽകുന്നുണ്ട്. യൂട്യൂബിലാണ് ഈ ചോദ്യപേപ്പറുകൾ ചോർന്നത്. അതായത് വളരെ ലാഘവത്തോടെയാണ് യൂട്യൂബിൽ ചോർന്ന വിവരങ്ങൾ പറയുന്നത്. സാധ്യതാ പട്ടികയിലുള്ള ചോദ്യങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടി ഈ ചോദ്യപേപ്പറിനുള്ളിലുള്ള ചോദ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അത് വളരെ ഗൌരവമുള്ളത് തന്നെയാണ്. ട്യൂഷൻ സെന്ററുകളിൽ കൂടുതൽ കുട്ടികളെ ആകർഷിക്കാനുള്ള തന്ത്രമായാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ അത് ചോദ്യപേപ്പർ ചോർത്തിക്കൊണ്ടുള്ള നടപടി ആയതുകൊണ്ട് തന്നെ അത് വലിയ ഗൌരവമുള്ളത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ എന്തും വിളിച്ചു പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നൽകരുത് എന്ന് മന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടികൾ വളരെ വേഗത്തിലുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായി അന്വേഷിക്കും. ഈ യൂട്യൂബ് ചാനലുകളിലൂടെ വിട്ടതാരാണ്, അല്ലെങ്കിൽ ആ നടപടികൾ എടുത്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. അതോടൊപ്പം അധ്യാപകർ ട്യൂഷൻ സെന്ററുകളുമായി ബന്ധമുണ്ടോ എന്ന അന്വേഷണം നടത്തും. അതുമായി ബന്ധപ്പെട്ട് ഗൌരവമായി തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ മന്ത്രി പറയുന്നത് ഈ അധ്യാപകർ സ്കൂൾ ജോലി ചെയ്യുന്ന അധ്യാപകർ ട്യൂഷൻ സെന്ററുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്നുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ട്. അത് കാലാകാലമായി ഗൌരവമായി എടുത്ത് അതിന് നടപടി സ്വീകരിച്ച് വരുന്നുണ്ട്. എന്നാലും അതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ജില്ലാ അന്വേഷണമായി തന്നെ നടത്തുമെന്ന് അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ SSLCയുടെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറും +1 കണക്ക് ചോദ്യപേപ്പറുമാണ് ചോർന്നിട്ടുള്ളത്. ഇതുപോലെ ചില വിഷയങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് ചോദ്യപേപ്പറുകൾ ചോരുന്നതായും വിവരമുണ്ട്. ഏതായാലും മന്ത്രി അറിയിച്ചത് കൃത്യമായി നടപടിയെടുക്കും. വളരെ ഗൌരവത്തോടെ തന്നെ ഇത് പരിഗണിക്കുന്നു. അതിൽ കർശനമായ ഒരു നിയന്ത്രണം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലാണ് ചോർന്നത്, ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടത്, അവർക്കെതിരെ എല്ലാം നിയമ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി വിശദമാക്കുന്നത്. അതുല്യ. ശരി വിഷ്ണു, ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഓൺലൈൻ ചാനലുകളിലൂടെ, യൂട്യൂബ് ചാനലുകളിലൂടെ ചോർന്നതിന് വ്യാപകമായി പരാതി ഉയർന്നിരുന്നു. അതിപ്പോൾ സർക്കാർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ.